ലൂക്കാ സുവിശേഷം 8-ാം അധ്യായത്തിൽ മുള്ളുകൾക്കിടയിൽ വീണ വിത്തിൻ്റെ കഥ പറയുന്നുണ്ട്. എനിക്ക് വളരെ ആകർഷകമായി തോന്നിയിട്ടുണ്ട്. മുള്ളുകളുടെ ഇടയിൽ വീണത് വചനം കേൾക്കുന്നെങ്കിലും ജീവിത ക്ലേശങ്ങൾ, സമ്പത്ത്, സുഖഭോഗങ്ങൾ എന്നിവ വചനത്തെ ഞെരുക്കി കളയുന്നത് കൊണ്ട് ഫലം പുറപ്പെടുവിക്കുന്നില്ല. സ്നേഹമുള്ളവരെ, അവർ ഫലം പുറപ്പെടുവിക്കാത്തതിൻ്റെ കാരണം ജീവിതത്തിൻ്റെ പ്രതിസന്ധികളാണ്. ഈ വചനം ഞെരുങ്ങിപ്പോകുന്നതിൻ്റെ കാര്യം അതാ. സ്നേഹമുള്ളവരെ, ചിലരൊക്കെ വചനം കേൾക്കുന്നുണ്ടാകാം, പക്ഷേ നന്നായി ഫലം പുറപ്പെടുവിക്കാൻ കഴിയുന്നില്ല എന്നൊരു തേങ്ങൽ മനസ്സിലുണ്ടാകാം. ജീവിതത്തിൻ്റെ പല പ്രതിസന്ധികൾ അവരെ ഞെരുക്കുന്നതാണ്. സത്യമാണത്. അത് അവരുടെ ജീവിതാനുഭവങ്ങളിൽ അത്ര പെരുത്ത വിഷയങ്ങൾ, സങ്കടങ്ങൾ, ഒരുപക്ഷെ തിരുത്താനാവാത്ത, മെച്ചപ്പെടുത്താനാവാത്ത ഒരു നൊമ്പര വിഷയങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടാകാം. പകച്ചു നിൽക്കുന്ന ജീവിതങ്ങൾ ഉണ്ടാകാം. വചനത്തിന് ക്രിയ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള അവരുടെ ജീവിതത്തിൽ വലിയൊരു വിഷമമായിരിക്കാം. സ്നേഹമുള്ളവരെ, നമ്മുടെ പരിശ്രമമാണ് പ്രധാനപ്പെട്ടത്. അവിടെയും ഒരു നന്മയുണ്ട്. അവരാ ഞെരിഞ്ഞിലിൻ്റെ ഇടയിലും ആ ബന്ധപ്പെട്ട് വചനം വിളയിച്ചെടുക്കാൻ, വചനം കേൾക്കാൻ, വചനം ഫലം പുറപ്പെടുവിക്കാൻ പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ള നന്മ നമ്മൾ കാണണം. അപ്പോൾ ജീവിതത്തിൻ്റെ ക്ലേശങ്ങളിൽ പെടുന്നവർ വചനത്തിൻ്റെ 100 മേനി ഫലം പുറപ്പെടുവിച്ചില്ലെങ്കിലും ചെറിയ തോതിൽ 10, 15, 20, 30, 40 വർദ്ധിപ്പിച്ചെടുക്കണം. നമ്മൾ ഫലമില്ല എന്ന് പറഞ്ഞ് അതിനെ താഴ്ത്തിക്കളയരുത്. അങ്ങനെ ഫലമെടുക്കാൻ പരിശ്രമിക്കുന്നു എന്നത് തന്നെ ജീവിതത്തിൻ്റെ ഫലത്തോട് കാണിക്കുന്ന, വചനത്തോട് കാണിക്കുന്ന വലിയൊരു ആദരവ് തന്നെയാണ്. ദൈവം ഇതിലെ നീ ഞെരിഞ്ഞലിൻ്റെ അനുഭവത്തിലാണോ, നീ ഒരു ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണോ, ഈ വചനം വായിക്കുമ്പോൾ വചനം തന്നെ നിന്നെ സഹായിക്കും. ഈ ഞെരിഞ്ഞിൽ നിന്ന് പുറത്തു വരാൻ, ജീവിത പ്രതിസന്ധിയിൽ നിന്നും പുറത്തു വരാൻ, നിന്റെ ഈ സങ്കടക്കടലിൽ നിന്ന് പുറത്തു വരാൻ വചനം നിന്നെ കൈപിടിച്ച് നയിക്കുമെന്നത് വചനത്തിൻ്റെ വലിയൊരു ബലം തന്നെയാണ്. വചനം ആവർത്തിച്ച് വായിച്ചോളുക. എത്രമാത്രം പ്രതിസന്ധി ജീവിതത്തിലുണ്ടോ, ഇരട്ടി അഭിഷേകത്തോടെ വചനം ചേർത്ത് പിടിക്കുക. വചനം നിന്നെ വിട്ടുവയ്ക്കും. വചനത്തിന് നിന്നെ സൗഖ്യപ്പെടുത്താൻ, തിന്മയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ, ജീവിത പ്രതിസന്ധികളെ വിച്ഛേദിക്കാനുള്ള വലിയൊരു കൃപയുണ്ട്. വചനം അനുഗ്രഹിക്കട്ടെ. ആമേൻ.